അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നടന്നിട്ടൊക്കെ വന്നപ്പോഴത്തേന് കുറേ ലേറ്റായി കേട്ടോ. എന്നും 8:30 ആകുമ്പോൾ വീട്ടിലെത്തുന്നതാണ്. ഇന്നിപ്പോൾ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ഇടിയപ്പം, നൂൽപുട്ട്, ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഓരോന്നാണല്ലോ പറയുന്നത്, അതും ഇത്തിരി ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പം നൂൽപുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞെക്കി എടുത്തൊന്നുമല്ല, ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നൂൽപുട്ടാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. ഇപ്പോൾ എന്തായാലും പെട്ടെന്ന് ഞാനൊരു ചിക്കൻ കറി ഇതും കൂടെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്നൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. പ്രത്യേകതയുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അതാ ചിക്കൻ്റെ എല്ലും കുറച്ച് മാംസവുമാണിത്. അതിനകത്ത് മാംസം എല്ലാം കൂടെ എടുത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ചിക്കൻ്റെ റസ് മതി, ചാറ് മതി. അത് കാരണം ഞാൻ വിചാരിച്ചു അപ്പം ഇത് വേസ്റ്റാക്കി കളയണ്ടല്ലോ, അപ്പം ഇതൊരു കറിയാക്കാൻ പോവുകയാണ്. അപ്പം നൂൽപുട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇതാണ് കേട്ടോ, പൊൻകതിരിൻ്റെ നൂൽപുട്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനധികം താമസമൊന്നും എടുക്കില്ല. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതുപോലെ ലേറ്റ് ആകുന്ന സമയത്തൊക്കെ ഇതുപോലെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ഞാൻ പെട്ടെന്നൊന്ന് ചിക്കൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതിലും മസാലകളൊക്കെ പുരട്ടി ഞാനിപ്പോൾ അല്പനേരം ഫ്രിഡ്ജിൽ വെക്കും, ഇതൊന്നും ആകുന്ന വരെ കേട്ടോ. അപ്പോൾ രാവിലെ ഇത് മതിയല്ലോ, ഇതപ്പോൾ ഉച്ചക്കത്തേക്ക് മതി. അത് കാരണം രാവിലെ ഇതിൻ്റെ പരിപാടിയൊന്ന് പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ കടായിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതൊന്ന് ചൂടാകാൻ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇപ്പോഴത്തെ ഓയിലൊക്കെ ചൂടാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കുത്തിച്ചതച്ചതാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളകും ഉണ്ട് കേട്ടോ. പിന്നെ ഒരല്പം പെരിഞ്ചീരകം കൂടെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 2 സവാള, അല്പം വലുപ്പം ഉണ്ടായിരുന്ന സവാളയായിരുന്നു, അത് 2 എണ്ണം, ഒന്ന് നീളത്തിലൊന്നുമല്ല, കുറച്ചൊന്ന് ചെറുതായിട്ട് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ടൈപ്പ്. അപ്പോൾ ഈ ചാറ് മാത്രം വേണ്ടവർക്ക് നമ്മളല്ലാതെ ചിക്കൻ ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ, ആ കഷ്ണങ്ങൾ അത്രയും വേസ്റ്റാണ്. പിന്നെ ഞാൻ ആ കഷ്ണം എടുത്തിട്ട് അത് ഫ്രൈ ചെയ്യാനിരിക്കണം. ഞാൻ വിചാരിച്ചാൽ അതിലും വേറെ ഇതല്ലേ നല്ലത്, ഒരു ചിക്കൻ്റെ സ്വാദും വരും. ഞാനപ്പോൾ ഈ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഗ്യാസൊക്കെ ഒരു ഹൈയിലും അല്ല എന്നാൽ മീഡിയത്തിലും അല്ലാത്ത ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, കരിഞ്ഞൊന്നും പോവല്ലേ. അപ്പം ഇതിലേക്ക് ഞാൻ ഒരു 2-3 പച്ചമുളക് ഇങ്ങനെ ഒടിച്ചിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കറിവേപ്പില എത്ര വേണമെങ്കിലും ഇട്ടോ, അത് ഒത്തിരി നല്ലതാണ്, ഒരുപാട് ടേസ്റ്റുള്ള സാധനമല്ലേ. പിന്നെ നാട്ടിലൊക്കെയാണ് നമുക്ക് ഇഷ്ടം പോലെ ഇടാം, ഇവിടെ നമുക്കത് പറ്റില്ല കേട്ടോ. എന്നാലും ഞാൻ കഴിവതും കറിവേപ്പില ഒരുപാട് ഉപയോഗിക്കാൻ നോക്കാറുണ്ട്. ഒരു മിനിറ്റും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് ഇതൊരു മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. എളുപ്പമല്ലേ, ഇപ്പം 2 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. ഇത്രയൊക്കെയായി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതിനു മുമ്പ് ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അഥവാ ഇനി പുതിയ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കാണിച്ചു തരാം. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിൽ കൂടുതലായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് 1, 2, 3 വർഷത്തേക്കൊക്കെ. പക്ഷേ ഇതൊരു കാര്യം, വെള്ളമയം ഒട്ടും പാടില്ല, ഫ്രീസറിൽ തന്നെ വെക്കണം, എങ്കിൽ മാത്രമേ ഇതിങ്ങനെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നുകിൽ വലിയ സ്പൂണിന് 1 സ്പൂണ്, അല്ലെങ്കിൽ ചെറിയ സ്പൂണുണ്ടല്ലോ അതിനൊരു 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറും വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് പെട്ടെന്ന്, ഫ്രീസറിലാണല്ലോ നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത്, അതുകൊണ്ട് ഇത്തിരി ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും എടുത്ത് വെളിയിൽ വെച്ചാൽ ഓക്കെയാണ്, നല്ലതാണ്. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പിറ്റേ സമയം മറന്നു പോകും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരട്ടെ. ഇതെല്ലാം ഇങ്ങനെ അങ്ങോട്ട് മാറ്റി ചൂടോട്ടിടും, ഇങ്ങനെ ഇടും. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിൻ്റെ മണ്ടയിലോട്ട് ഇങ്ങനെ ഇടും. ഒരു ഒറ്റ മിനിറ്റ്, 1 മിനിറ്റ് വേണ്ട, ഒരു
2-3 സെക്കൻഡ് നമ്മളിതൊന്ന് അങ്ങനെ പൊത്തി വെച്ചാൽ അതിൻ്റെ ആ തണുപ്പെല്ലാം അങ്ങ് മാറിക്കോളും, കൂളിങ് ഫുള്ള് മാറും. ഇതിപ്പോൾ നന്നായിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മളിട്ട് അതിൻ്റെയും പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇങ്ങനെ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം, ഇല്ലെങ്കിൽ കുനുകുനാന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ് കാണിക്കുന്നത് കേട്ടോ. ഇത്രയായല്ലോ. ഇനി ഞാൻ ഇതിലേക്ക് ഇതിനകത്ത് ചെറിയ സ്പൂണിന് 2 സ്പൂണ് ഞാൻ ഇട്ടുപോയി, അതാണ് 2 സ്പൂണ് മല്ലി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് ഒരു നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇടുക, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത് 3ഉം കൂടെയാണ് ഞാനിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലോട്ട് ഇടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ലേറ്റായിപ്പോയി കേട്ടോ, അതാണ്. അല്ലെ പ്രത്യേകം ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഒന്നുമില്ല, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് ശകലം ഇടുക, അര സ്പൂണ്, ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂണ്. പിന്നെ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക. ഇത് നല്ല എരിവുള്ള മുളകാണെങ്കിൽ ചെറിയ സ്പൂൺ 1 സ്പൂണ് മതിയാവുക. ഇത് ഞാൻ കാശ്മീരി എരിവുള്ളത് കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഈ പൊടികളൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച ആ ഒരു സ്മെല്ലൊക്കെ ആ ഒരു കുത്തൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട ഞാനൊരു 2 ടൊമാറ്റോ, മീഡിയം സൈസിൻ്റെ ടൊമാറ്റോ, തക്കാളി എടുത്ത് അരച്ച് വെച്ചതാണ്. ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ തീ കുറച്ചിട്ട് തന്നെ വേണം ചെയ്യാനേ, ഇല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പിടിക്കും. കണ്ടല്ലോ. ഇനി ഈ ടൊമാറ്റോ എല്ലാം ഇട്ട് അതെല്ലാം ഇതിനകത്തൊന്ന് പിടിച്ച് ആ ടൊമാറ്റോൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ടൊമാറ്റോ അരച്ചില്ലേ ആ പാത്രത്തേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഇതിലോട്ടൊരു ശകല ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ പൊടികളെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഗ്രേവി കൂടുതൽ വേണ്ടവരാണല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഇത്തിരി കൂട്ടിയിട്ട് ഇതൊന്ന് ഇതായി വരണം. ഇതൊക്കെ അങ്ങനെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. കഴുതിട്ടുണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് ചൂടായി ആ വെള്ളം ഒഴിച്ചൊന്നും അറിയാൻ പോലും ഇല്ല. അപ്പം ഞാൻ ഇതിലേക്ക് ഇത് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ഗരം മസാലയാണ് കേട്ടോ, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചെറിയ സ്പൂണായതുകൊണ്ടാണ് ഒരു 1/4 സ്പൂണോളം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഗരം മസാല ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, അത് ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്, അല്ലെങ്കിൽ കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതും കൂടെ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതെല്ലാം ചൂടാക്കിയിട്ടാണ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ കൂടുതൽ ചൂടാക്കേണ്ടല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത്. അപ്പം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ കുട്ടികളെയൊക്കെ ഇട്ട് കൊടുക്കാം. ചിക്കൻ്റെ എല്ലുകൾ മാത്രമേ, ഇതിനകത്ത് മാംസം വളരെ കുറവാണ് കേട്ടോ. ചാറ് മതിയെന്നുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇടിയപ്പമൊക്കെ കഴിക്കാനും നമുക്ക് ചാറ് മാത്രം മതിയില്ല. പിന്നെ ഇപ്പം ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല, അതെനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്. കാരണം ഞാനിത് കഴിക്കാത്തത് കൊണ്ട് ഞാൻ ഈ മസാലയിലോട്ടാണ് ഉപ്പ് ചേർക്കാറ്. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിനകത്ത് ഉപ്പ് നമുക്ക് ചേർക്കാൻ പറ്റും. അതൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഉപ്പ് കൂടിപ്പോയി കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ഇതിനി എന്താ ചെയ്യുന്നതെന്ന് ഒന്ന് അടച്ചു വയ്ക്കും, വളരെ കുറച്ച് തീയിൽ അടച്ചു വയ്ക്കും കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ആയി കേട്ടോ, നന്നായിട്ടായി. സ്ലോയിലാണ് വെച്ചിരുന്നത്. കണ്ടോ, ചിക്കൻ്റെ ഗ്രേവി പോലൊക്കെ വന്ന് നല്ല
സൂപ്പറായിട്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. പക്ഷെങ്കിൽ നമ്മൾ ഈ ഒരു പരുവത്തിനും കഴിക്കാം. പക്ഷെങ്കിൽ കഷ്ണം വേണ്ട, ചാറ് വേണം, ഗ്രേവി നന്നായിട്ട് വേണം എന്നുള്ളവർക്ക് ഇത് പറ്റില്ലല്ലോ. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒക്കെ ഒഴിച്ച് വെക്കണം. വെച്ച് ഇതൊരു 2 തിള വരുമ്പോഴത്തേക്കിന് വെന്ത് കിട്ടും. കാരണം ഈ ഉണ്ടായിരുന്ന കഷ്ണങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഇപ്പം തന്നെ വെന്തിട്ടുണ്ട്. എല്ലാമാണ് കൂടുതൽ സത്യം പറഞ്ഞത്. അപ്പം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഞ്ഞ് സ്പൂണിന് ഒരൽപ്പമാണ് ഇട്ട് കൊടുത്തത്. ഒരു 3/4 സ്പൂണാണ് ഇട്ട് കൊടുത്തത്. കാരണം ഞാനിത് കഴിക്കില്ല, ഉപയോഗിക്കില്ല. അത് കാരണം എനിക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നോക്കുക. നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുത്ത് അത് ക്ലിയറാക്കി എടുത്തോണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം അതിൽ ഒരല്പം കൂടെ കൂടുതൽ. ഇത് ഈ ചിക്കനകത്തുള്ള വെള്ളം എല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഒഴിക്കുന്ന വെള്ളം അത് ആ കണക്കിന് പറഞ്ഞോളൂ. ഇത് ഇച്ചിരി തിളപ്പിച്ച് കുറച്ച് ആറിയ വെള്ളമാണ്. ചൂടുണ്ടെന്നാലും അല്ലെങ്കിൽ തന്നെ ഇവിടെ 48 ഡിഗ്രി ചൂടാണ് കേട്ടോ. അപ്പം വെള്ളവും എല്ലാം പൈപ്പിൽ നിന്ന് വരുന്നതും ഇവിടെ നമ്മൾ പിടിച്ചു വെച്ചാലും എല്ലാം നല്ല ചൂട്, നല്ല തിളച്ച വെള്ളമാണ് വരുന്നത്. തീയിൽ നിൽക്കും പോലെയാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പം. പക്ഷെ നേരത്തെയൊക്കെ ഞാൻ എപ്പോഴും പറയാമായിരുന്നു, നാട്ടിൽ വരുമ്പോൾ നാട്ടിലെ ക്ലൈമറ്റിനേക്കാളൊക്കെ ഒരുപാട് നല്ലത് ബോംബെയിലെ ക്ലൈമറ്റാണെന്ന് കേട്ടോ. കാലാവസ്ഥ നല്ലത് ഇവിടുത്തെയാണ്. പക്ഷേ ഈ വർഷം ഞങ്ങളെ പൊരിച്ചു കളഞ്ഞു. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് ഇതായി കഴിയുമ്പോൾ ഓഫ് ചെയ്യും. അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ കൂടുതലൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നൊരു ചിക്കൻ കറി. ഗ്രേവിയാണ് കൂടുതൽ വേണ്ടത്. പിന്നെ ഈ കഷ്ണങ്ങളൊന്നും ആരെയും പപ്പയും മോളും കഴിക്കില്ല. പിന്നെ ഇതൊക്കെ ഞാൻ എടുത്ത് കളയേണ്ടി വരും. കാരണം അല്ലാതെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഈ കഷ്ണമൊക്കെ പിന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് മൊരിച്ചാണ് എടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ ഇതിന് പോകണം, ഇതിങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള ആ എല്ലിനകത്തുള്ള ജ്യൂസും എല്ലാം കൂടെ ഇറങ്ങി തന്നെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനി നമുക്ക് അടച്ച് വെച്ചൊരു 5-6 മിനിറ്റ് ഒന്ന് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാ വെള്ളമൊക്കെ വെച്ച് കറക്റ്റ് വെള്ളം വന്ന് 2 പേർക്ക് കഴിക്കാനുള്ളതല്ലേ, ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചിക്കൻ കറി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് താല്പര്യമുള്ളവർ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിയിലയും പുതിനയിലയും ഉണ്ട്, അതിട്ട് കൊടുക്കാം. കറിവേപ്പില അതിട്ട് കൊടുക്കാം. ഒരലങ്കാരം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറി വിശേഷം ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഗ്യാസൊക്കെ ഓഫ് ചെയ്യുക. നമ്മുടെ ചിക്കൻ കറി റെഡി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് നൂൽപുട്ട് ഉണ്ടാക്കണം, ഇതൊന്ന് കൊടുക്കണം. എന്നിട്ട് ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.